ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈസിയാണ്, ഒരു പണിയിൽ ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ, വരക്കാൻ അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതൊരു ബേസ് കോട്ട് കൊടുത്ത് വെച്ചൊരു ബോട്ടിൽ ഉണ്ടായതുകൊണ്ട് എടുത്തതാണ്. ബേസ് കോട്ടിൻ്റെയും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കവറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കട്ടി കുറവാണെങ്കിൽ ഒരു ബേസ് കോട്ട്, അതിൻ്റെ ആ ഒരു കളർ, മെയിൻ കളർ ഏതാണോ അതിൻ്റെ ഒരു ബേസ് കോട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതേതാ കവറെന്ന് മനസ്സിലായി എല്ലാവർക്കും? ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് ലഡുവും ജിലേബിയൊക്കെ പൊതിഞ്ഞേരുന്ന ഒരു കവറാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തതിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ്. അത് വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിൻ്റെ വെള്ളയാണ് ഇതിൻ്റെ ബേസ് കളർ. അപ്പം കുറച്ചൊന്ന് കട്ടിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്, നേര് കടലാസല്ലേ, അപ്പോൾ കുറച്ചൊന്ന് കട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് ബേസ് കോട്ട് ഉണ്ടായാലും കുഴപ്പമില്ല. അത് അവരൊരു ഇഷ്ടം പോലെ എങ്ങനെയാ വെച്ചാൽ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു വെള്ള സൈഡിലുള്ള വെള്ള കളറും അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈ ഡിസൈനിൻ്റെ ഭാഗം മാത്രം ഇതിലൊന്ന് മുറിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ഗമ്മ് തേച്ചിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും അതിൽ ആ ഒരു പ്രിൻ്റ്, അതിലിങ്ങനെ പ്രിൻ്റ് ചെയ്ത മാതിരി തന്നെ തോന്നും. നല്ല രസം ഉണ്ടാകുകയാണ്. അപ്പോൾ അത് ഇടത് മുതലാന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നല്ലോണം ഗമ്മ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ കൃത്യമായിട്ട് നമ്മളിതൊന്ന് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള സൈഡിൽ മറ്റേ പീസും കൂടി ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഫുള്ളും അങ്ങനെ നല്ലോണം ഗമ്മ് തേക്കണം. പ്ലാസ്റ്റിക് പേപ്പർ ഇതാണ്, അപ്പോൾ ചിലപ്പോൾ ഇളകിയൊന്നും വരില്ലായിരിക്കും. എന്നാലും ഒന്ന് നല്ല വൃത്തിയായിട്ട് ഗമ്മ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ആക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് കൃത്യം നമ്മൾ നേരത്തെ പെൻസിലോടൊരു സ്ഥലത്ത് മാർക്ക് ചെയ്തല്ലോ, ആ സ്ഥലം മുതൽ താഴോട്ടേക്ക് നല്ലോണം അമർത്തി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം നല്ലോണം ഉണക്കിയെടുക്കാം. പിന്നെ താഴെ ഭാഗത്തേക്ക് ഒരു എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗം ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ആ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തേക്കും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഗമ്മൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇത് കൃത്യമായിട്ട് അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അത് ആ ചുളിവൊന്നും ഇല്ലാണ്ട് നോക്കണം, എന്നാലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതിനെ പ്രിൻ്റ് ചെയ്ത പോലെ തന്നെ തോന്നും. ചുളിവെല്ലാം ഉണ്ടായാൽ നമുക്ക് മനസ്സിലാവും എന്തോ പിടിച്ചൊട്ടിച്ചതാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാം. ഞാനിത് പിന്നെയും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാം ഒന്ന് അടിപൊളിയാക്കി എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പീസും കൂടി താഴത്ത് ഒട്ടിക്കണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗത്ത് എന്ന് വെച്ചാൽ കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, വൈറ്റ് കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് സെറ്റായി കിട്ടും. ഇനി അതിന് ശേഷം ഇതിൻ്റെ ബാക്കിയില്ല കുറച്ച് പീസ് ഉണ്ടാവും, അത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞില്ല. ആ ഒരു വെള്ള ഭാഗം അതും നമ്മൾ കളയുന്നില്ല, അതിനെ കൂടെ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു നേരെ ഇങ്ങനെ കുറച്ച് നീളത്തിലൊരു ഈ ഒരു വണ്ണത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ മടക്കിയ ഭാഗം, അതായത് ഇങ്ങനെ ഓപ്പണിംഗ് ഇല്ലാത്ത ആ ഭാഗം ഇങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അന്നത്തെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്തപ്പോൾ നമ്മൾ റോസ് ഉണ്ടാക്കിയില്ല, ന്യൂസ് പേപ്പർ കൊണ്ട് അതേപോലത്തെ അതേ റോസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മടക്കി ഒന്ന് ചുരുട്ടി കൊടുക്കുക, പിന്നെ ഒന്ന് മടക്കുക, ഒന്ന് ചുരുട്ടി കൊടുക്കുക, അങ്ങനെ ചെയ്ത് അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഈ റോസിൻ്റെ രൂപത്തിലായി കിട്ടും. അങ്ങനെ ആ ബാക്കിയുള്ള വെള്ള പീസുകൾ എത്രയുണ്ടോ അത്രയും നമുക്ക് റോസസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ 2 റോസസ് ഉണ്ടാക്കാനേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ബാക്കി നമുക്ക് വേറെ എന്തും കൂടി ചെയ്തെടുക്കാം. അങ്ങനെ ഒരു റോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു റോസും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ റോസ് ആ ബോട്ടിലിൻ്റെ കഴുത്തിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ എക്സ്ട്രാ വരുന്ന പീസെല്ലാം അതിൻ്റെ താഴേക്ക് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ആ താഴെ നീണ്ടു കിടക്കുന്ന പീസും കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ബോട്ടിലിൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഒരു ചെറിയ പീസ്, നേരത്തെ പീസ് തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു വുള്ളൻ നൂല്, അതേ കളർ പച്ച വുള്ളൻ നൂല് എടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗത്തും ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കണം. അത് ഇതിൻ്റെ ആ വൈറ്റ് വരുന്ന ഭാഗത്താണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗം എടുക്കുക, നമ്മളെ കയ്യിൽ ഏത് ഗമ്മാണെന്നുള്ളത് ആ ഗം എടുക്കുക. എന്നിട്ട് അതിൻ്റെ അവിടെ ഇങ്ങനെ ഈ 2 ഫ്ലവേഴ്സും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ കുറച്ച് പെയിൻറ്റ് പോയ പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ പെയിൻറ്റ് രണ്ടാമത് അടിക്കുന്ന ആവശ്യമൊന്നും വരില്ലല്ലോ, അതങ്ങ് മൂടി കിട്ടുകയും ചെയ്യും, കാണുകയില്ല. അപ്പോൾ രണ്ടാമത്തെ ഫ്ലവറും കൂടി അങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ബേക്കറി കവറിൽ ഒരു ചെറിയ പീസ് ബാക്കിയുണ്ട്. അപ്പോൾ ആ പീസും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. ആ പീസ് കൊണ്ടും കൂടി നമ്മൾ അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഉണങ്ങട്ടെ. ആ സമയം കൊണ്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെന്ന് വെച്ചാൽ ഒരു ബോ ആണ്. ബോ ഉണ്ടാക്കാൻ ഒന്നും പണിയില്ല. 1-2 ഒരു മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ അതേ പീസ് കൊണ്ട് ഒരു കെട്ടിട്ടെടുത്തിട്ട് ലാസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഈ പേപ്പർ 3-4 വട്ടം ഒന്ന് മടക്കിയെടുത്തിട്ട് നടുക്കൊന്ന് ചുരുട്ടിയെടുത്ത് ഇതേ പീസ് കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം ആ അറ്റം വരുന്ന ഭാഗം ഒന്ന് ഗമ്മോണ്ട് ഒട്ടിച്ചെടുത്താൽ നമ്മുടെ ബോൾ റെഡിയായി. അപ്പോൾ ഈ ബേക്കറി കവറിൻ്റെ പീസിന് ഒരു ചെറിയ കഷ്ണം പോലും നമ്മൾ വേസ്റ്റ് ചെയ്യത്തില്ല. ഫുൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ ബോവും കൂടി ഇതിൻ്റെ ഇവിടെ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡിയാണ്. ഇതിന് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട, ഒരു തുള്ളി പെയിൻറ്റ് വേണ്ട. അപ്പം നേരത്തെ ബേസ് കോട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു.
പെയിൻറ്റും വേണ്ട ഒന്നും വേണ്ട, ഒരു കവർ വെച്ചിട്ട് നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് നമുക്ക് വീടൊക്കെ അലങ്കരിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ കവേഴ്സൊക്കെ ഇഷ്ടംപോലെ കിട്ടും, നമ്മൾ തുണി വാങ്ങിക്കുമ്പോൾ കിട്ടും, അതുപോലെ വേറെ അങ്ങനെ പല സാധനം വാങ്ങിക്കുമ്പോൾ നല്ല നല്ല പ്രിൻസിൽ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. ഇനി ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.